അപ്പം നമ്മൾ ഇന്നത്തെ വാൽപ്പാറ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാക്കിംഗ് സെക്ഷനാണ്. നമുക്ക് പാക്കിംഗ് സെക്ഷൻ കാണിച്ചു റെഡി ആയിക്കൊണ്ട് സ്വിച്ച് സെറ്റായി സന്തോഷമായിട്ട് റെഡി ആവുന്നു. ഗനീസ് ഓക്കെ റെഡിയായി. ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ബാക്കി ആരും പാക്കിംഗ് സെക്ഷൻ ഇനി എന്തൊക്കെയുണ്ട് ബാക്കി എല്ലാം കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ റൂം സെറ്റായി. ആകാശ് ചിക്കു ഇവിടെ, ചിക്കു കണ്ണച്ചേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാഗൊക്കെ ആക്കി ഇവിടെ ഗനീഷിയുടെ ഫുൾ നിറഞ്ഞു നിൽക്കണം കേട്ടോ. ബാഗ് കണ്ണച്ചേട്ടൻ സെറ്റായി. ചിക്കു ഇവിടെ ബാഗ് ബാക്കി കാര്യങ്ങൾ ചെരുപ്പൊക്കെ എടുത്തല്ലേ എല്ലാരും. റൈഡർ ജാക്കറ്റ് മണിക്കുട്ട ഇവിടെ മണിക്കുട്ടൻ മണിക്കുട്ടൻ റൈഡർ മണിക്കുട്ടൻ. സച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള വണ്ടിയില് ലൂബ് ചെയ്യാണ്. അപ്പം വണ്ടി ലൂബും കാര്യങ്ങളും ലൂബ് ചെയ്തു പോകാൻ പാടിക്കാതെ നമ്മൾ ഓർഡർ എടുക്കുന്നു. നമുക്ക് ഫ്രൈഡ് ദോശ കുട്ടി കഴിക്കണം. അപ്പൊ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളാണ്. അപ്പൊ നമ്മള് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങുകയാണ്. വാൽപ്പാറയോട് നമ്മൾ വിട പറയുകയാണ്. നേരെ മലക്കപ്പാറ വഴി ആതിരപ്പള്ളി. വാൽപ്പാറന്ന് വിട പറഞ്ഞാലും നമുക്ക് ആ കാഴ്ചകൾ കാണാം. അതായത് നമുക്ക് ആ ക്ലൈമറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വാൽപ്പാറ കിട്ടുന്നുണ്ട്. അപ്പൊ മാക്സിമം വരാൻ പറ്റുന്നവർ വരിക. നമ്മൾ ബൈക്കിലാണ് വന്നത്. അപ്പൊ ഒരു 15 പേരുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ബൈക്കിലാണ് വന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഫീലുണ്ട്. അതായത് നമുക്ക് എപ്പോഴും നിർത്താം, നമുക്ക് ഇഷ്ടപ്പെട്ട റൂട്ടിൽ കൂടെ പോവാം, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ടീമിലെ മറ്റ് മെമ്പേഴ്സ് എല്ലാവരും എന്താ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഓരോരുത്തരായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ചോളേർ ഡാമിലെത്തിയപ്പോൾ ഇവിടെ ഒരു തേങ്ങയില്ല കേട്ടോ. ചോളേർ ഡാമിലെത്തി, പക്ഷെ ഇവിടെ ഒരു വെള്ളവും ഇല്ല, ഒന്നുമില്ല. കണ്ടോ, വറ്റി വരണ്ട്. ചോളേർ ഡാം ഒന്നുമില്ല. ഓക്കെ, ബൈക്ക് പോവാം. എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരുന്നു. എല്ലാവർക്കും എടുക്കണം നമ്പർ. നമ്മുടെ ടീംസ് ഉണ്ട്. എല്ലാവരും തിരുവനന്തപുരം വന്നുകൊണ്ട് ഒരു ടീം എല്ലാവർക്കും. കണ്ടത്ത് നിർത്തുകയും ചെയ്തു. കണ്ടു ചവിട്ടുക, വണ്ടി തിരിച്ചെടുക്കുക. ഇപ്പൊ നമ്മള് മലക്കപ്പാറ ഫോറസ്റ്റ് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനേനൊക്കെ കാണാൻ പറ്റും. ചിലപ്പോ നോട്ടൊക്കെ വരും. നമ്മൾ താഴെ അവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കും. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞത് കുറച്ചു മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചത്. ഒറ്റക്ക് ഒരെണ്ണമില്ല. വണ്ടി നിർത്തിയെടുത്തു. അല്ലല്ല റെസ്റ്റ് എടുത്ത് വീണ്ടും പോവുകയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഫോറസ്റ്റിന്റെ അകത്തുള്ള യാത്ര? നല്ല യാത്രയായിരുന്നു. എസ് അടിച്ചും എന്നടിച്ചും ടി അടിച്ചും എം അടിച്ചു വരാ വളഞ്ഞ് പോയി. ആനയെ കാണാൻ പറ്റില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ സന്തോഷേട്ടന് ആനയെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആനയെ കാണാൻ പറ്റിയില്ല. ആനയെ കാണാമെന്നുള്ള രീതിയിൽ അടുത്തൊരു സ്ഥലം ഇനി സമയമുണ്ട്. ആന വരാൻ സാധ്യതയുണ്ട്. മഴയുണ്ട്. വെള്ളം പൊടിക്ക് എന്തായാലും ആന വരും.
നമുക്ക് ബാക്കി അങ്ങോട്ട് പോവാം. ആതിരപ്പള്ളിയിലോട്ട് പോവാം. ഇതാണ് വാഴച്ചാൽ വാട്ടർഫോൾ. ഇവിടെ എത്തി. ചോളാതാമത്തിന് വെള്ളം ഇവിടെ ഉണ്ട്. ആവശ്യമാണ് ഇവിടെ ഒരു വെള്ളം പോലും ഇല്ല. അതേപേക്ഷിച്ച് ഇവിടെ ഓക്കെയാണ്. വെള്ളമുണ്ട്. അതിനെ സ്ഥിരമാണ് പരിപാടി, വീഡിയോ കാര്യങ്ങൾ. അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ ഗണേശ് ചേട്ടൻ എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നു. ആരംഭിച്ചപ്പം നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് നടന്നു പോവുകയാണ്. ചേട്ടൻ ഐസ്ക്രീം ഉണ്ടല്ലോ, പോയിട്ട് ഒരു ഐസ്ക്രീം കുടിക്കണം. അതാണ് അടുത്തെടുക്കുന്നത്. പാലമൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇനി കൊണ്ട് നടന്നു. നമ്മളെ ആതിരപ്പള്ളിയില് എത്തിയിട്ടുണ്ട്. ചേട്ടാ ഇറങ്ങണം. ഇതുകൊണ്ട് തിരക്കൊക്കെ ഉണ്ട്. നോക്കണം. സർക്കിളുണ്ട്. എന്ത് ചോദിക്കൂ? എങ്ങനെയുണ്ട് ഇതൊരു യാത്ര? എങ്ങനെയുണ്ട് യാത്ര? നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. യാത്ര ഇഷ്ടം. ഇപ്പോഴും ഉണ്ട് അവിടെ. ആൾക്കാര് പല സ്ഥലത്തു നിന്ന് കുളിക്കുന്നു. അപ്പൊ നമുക്ക് എവിടെ നമ്മൾ അതേപോലെ വെച്ചിട്ടുണ്ട്. അതാണ് വെള്ളച്ചാട്ടം. താഴെ പോകും. താഴെ അങ്ങോട്ട് പോവാം. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. നേരെ താഴെ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ പോകുമ്പോൾ അടുത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആതിരപ്പള്ളി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ആതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും നേരെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറാം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ബീഫ് ബിരിയാണി പറഞ്ഞു, ഞങ്ങൾ ഊണ പറഞ്ഞു. ഫുഡ് കഴിച്ചില്ല, തിരക്കാണ്. നമ്മൾ പറഞ്ഞ വഴിക്ക് നമ്മളെ ടീംസിന്റെ പകുതി പേര് വേറെ തുറക്കാം. ശ്രീതാട്ടെ ഒത്തി വരാൻ ചിന്തിച്ച ഒരു പ്ലാസ്റ്റിക് കവറ്, ഷീറ്റ്, ഇതെല്ലാം ഒരു കയ്യിലെടുത്ത് സുഖം. ബാക്കി നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറയും കൊണ്ട് നിൽക്കണം. എന്ത് ചെയ്യട്ടെ? ഉറക്കമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മളെ കടുപ്പിക്കുന്നു. നമ്മള് കടുത്ത് കാര്യമിരിക്കുന്നു. അഭിമാന നിമിഷമല്ലേ? തളർന്ന് ക്ഷീണിച്ചൊരു അടിയിരിക്കുന്ന വീട്ടൊക്കെ കിടക്കുന്ന ആരോഗ്യത്തൊക്കെ വലിയ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനുണ്ട് ശ്രീതേട്ടാ. കടുത്തല്ലേ ശ്രീതേട്ടാ? തിരിച്ചുള്ള യാത്രത്തിൽ കടുത്തല്ലേ? ഓക്കെ. ഇതൊക്കെ എന്ത് വല്ലി വല്ലി. നല്ല ഉറക്കുവാണ്. എല്ലാവരും നീച്ച് ഉറക്കും. പിള്ളേർ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന അവസ്ഥ എല്ലാവർക്കും കഴിച്ചു. അപ്പൊ നമ്മുടെ വാൽപ്പാറ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. സമയം രാവിലെ 6 മണി ആയപ്പോഴും നമ്മൾ വഴുതക്കാട് എത്തി. അപ്പൊ ഇനി നാളെ നമുക്ക് മിക്കവാറും ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോകാറുണ്ട്. സൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇന്ന് വാൽപ്പാറ ട്രിപ്പ് എൻഡ്.